ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിലവിൽ ഫേസ്ബുക്കിൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന പുതിയൊരു ഓപ്പർച്യൂണിറ്റി. അതായത് നമ്മൾ സ്റ്റോറി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏണിങ്സ് ലഭിക്കുന്നുണ്ട് എന്നൊരു പ്രത്യേകതയാണ്. മറ്റുള്ള ഒരു പ്ലാറ്റ്ഫോമിലും ഇല്ലാത്തൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിലവിൽ ഫേസ്ബുക്കിൽ ലഭിച്ചിരിക്കുന്നത്. അതായത് ഓൾറെഡി നമുക്ക് റീൽസ് അപ്ലോഡ് ചെയ്താൽ ലഭിക്കുന്നുണ്ട്, ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നുണ്ട്, കൂടാതെ പിന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നുണ്ട്, ടെക്സ്റ്റ് അപ്ലോഡ് ചെയ്താൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ലൈവിലില്ല കേട്ടോ, ലൈവിൽ മുമ്പുണ്ടായിരുന്നു, നിലവിൽ ലൈവിലില്ല. കൂടാതെ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റോറി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് ഏണിങ്സ് ലഭിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിക് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ഫേസ്ബുക്കിലേക്ക് നമ്മൾക്ക് പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ ഈ ആഡ്സ് ഓൺ റീൽസ്, ബോണസ്, ഇൻസ്ട്രീം ആഡ്സ് ഇതിലൊന്നും പോയിട്ട് കാര്യമില്ല. ഈ ടൂൾസിലും ഡയറക്റ്റ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് പോവേണ്ടത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള്. ആ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും റീൽസ്, ഫോട്ടോസ് ആൻഡ് സ്റ്റോറീസ്, പിന്നെ വീഡിയോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റോറിക്ക് എത്ര എമൗണ്ട് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫോട്ടോസിന്, ടെക്സ്റ്റിന് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് ഇവിടെ അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇവിടെ സി ഓളിൽ ക്ലിക്ക് ചെയ്യാം. സി ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ ടോപ്പിക്കും ഇവിടെ കാണാൻ സാധിക്കും. ഇത് റീൽസ് ആണ്, ഇതും റീൽസ് ആണ്. അതുകൂടാതെ തന്നെ കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫോട്ടോ ആണ്, അതുപോലെ തന്നെ ഇതൊക്കെ റീൽസ് ആണ്. നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സി ഓളിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. സി ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ ഫോട്ടോസിന് കിട്ടിയ ഏണിങ്, അതുപോലെ തന്നെ സ്റ്റോറിക്ക് കിട്ടിയ ഏണിങ്, ഇതിപ്പം പിന്നെ റീൽസിന് കിട്ടിയ ഏണിങ് ഇതിവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ നോക്കിക്കോ, ഞാനിപ്പം കുറച്ച് നേരത്തെ രാവിലെ പിന്നെ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഡയറക്റ്റ് സ്റ്റോറിയിലേക്കും പോയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി ഇതാ 299, അതായത് 300 വ്യൂസിൻ്റെ അടുത്തോളം എത്തി ഏകദേശം. പക്ഷെ അതിൽ നിന്നും ഒരു ഏണിങ്സ് പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. ഏണിങ്സ് ലഭിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നോക്കും, ഇവിടെ വേറെ റീൽസ് ഞാൻ ഡയറക്റ്റ് സ്റ്റോറിയിലേക്കും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 739 വ്യൂസ് ഓൾറെഡി ഇവിടെ ആയിട്ടുണ്ട്. അതിൽ നമുക്ക് $1, അതായത് നമുക്ക് ഈ 1 മില്യൺ വ്യൂസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും $10 മുകളിലേക്ക് എത്തും. $10, $12, $13 അടുത്തോളം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്നതാണ് ഈ കണക്ക് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്, പിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് പേപ്പറുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ കിട്ടിയ ഞാൻ പിന്നെ എമൗണ്ട് ഒക്കെ കാണിക്കാം. ഫോട്ടോ സ്റ്റോറി ഇതിപ്പം വേറൊരു ഫോട്ടോ സ്റ്റോറി ഞാൻ കുറച്ച് പിന്നെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പേ. അപ്പോൾ അതേ ഫോട്ടോ ഞാൻ ഈ സ്റ്റോറിയിലേക്കും പിന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിക്ക് 1741 വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് $0.2 കിട്ടിയിട്ടുണ്ട്. അതായത് 1,00,000 വ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റായിട്ടും പിന്നെ ഒരു $1.40, ഏകദേശം ഒരു 120 പിന്നെ 130 രൂപേൻ്റെ അടുത്തോളം ലഭിക്കും. ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് പിന്നെ 1,00,000 വ്യൂസ് വരാൻ വലിയ പിന്നെ ബുദ്ധിമുട്ടൊന്നും വേണ്ട, പെട്ടെന്ന് കയറിക്കോളും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറെയും നമുക്ക് നോക്കാം. ഇവിടെ പിന്നെ ഇതിൽ മൊത്തത്തിൽ നമുക്ക് ഈ സി ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോ സ്റ്റോറിക്ക് എത്രയാണ് ലഭിച്ചിട്ടുള്ളത്, അതുപോലെ ഫോട്ടോസിന് എത്രയാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് വേറൊരു പിന്നെ റീല് ഡയറക്റ്റ് ആ സ്റ്റോറിയിലേക്ക് കിട്ടിയാണ്. ഇത് ഡയറക്റ്റ് റീല് മാത്രമല്ല, നിങ്ങളുടെ ഫോട്ടോയും സ്റ്റോറിയിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫോട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറിയ ലൈറ്റ് വീഡിയോ, ലോങ് പിന്നെ കൂടുതൽ ലോങ് അല്ലാത്തൊരു വീഡിയോ, ഒരു 5 സെക്കൻഡ്, 6 സെക്കൻഡ്, 7 സെക്കൻഡൊക്കെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ സ്റ്റോറിയിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഡയറക്റ്റ് വെറും പിന്നെ 1K വ്യൂസിന് $0.1 മാത്രമല്ല, അതിലും കൂടുതൽ ലഭിക്കുന്നുണ്ട്. ചില നമ്മളുടെ സെൽഫ് ഫോട്ടോ നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് നിങ്ങളോട് എടുത്തു പറയാനുള്ളത്, നിങ്ങളുടെ സെൽഫ് ഫോട്ടോ, നിങ്ങൾ സ്വന്തമായിട്ട് എവിടെന്നെങ്കിലും എടുക്കുന്ന ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഏണിങ്സ് ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ഫോട്ടോ നിങ്ങൾ എടുത്തിട്ട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വളരെ കുറച്ച്, അതായത് തുച്ഛമായ ഒരു എമൗണ്ട് ആയിരിക്കും ലഭിക്കുന്നത്. ഡയറക്റ്റ് നിങ്ങളുടെ സ്വന്തം ഫോണിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 3-4 മടങ്ങോളം നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ
ഡൗട്ടോ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.